Hi guys, welcome to EduPod. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഇന്റഗ്രലിന്റെ സെക്കൻഡ് പാർട്ടാണിത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനും അതേപോലെ തന്നെ ഇന്റഗ്രേഷൻ യൂസിങ് ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസും രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്സ് ആണ്. എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ രണ്ട് ടോപ്പിക്കും റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഏതൊക്കെയാണ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് സോൾവ് ചെയ്യും. ആൻഡ് ഈ ഒരു വീഡിയോ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ടോപ്പിക്കിലും ഡൗട്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയും. അപ്പോൾ ബേസിക് ആയിട്ട് ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഐഡന്റിറ്റീസ്, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ളതൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സോ നോക്കിക്കേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരാനുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇതല്ല, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമ്മൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്, ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സാർ ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇന്റഗ്രേഷൻ യൂസിങ് സബ്സ്റ്റിറ്റ്യൂഷൻ. എങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാം? അതായത് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഒരു എഫ് ഓഫ് എക്സ് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും, അതായത് എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എഫ് ഡാഷ് എക്സും കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, നമ്മുടെ ആ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫംഗ്ഷനെ ടി എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യും. രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കും. വളരെ സിമ്പിൾ ആണ്. എക്സാമ്പിൾ ഞാൻ പ്രോബ്ലം ചെയ്തുകൊണ്ട് പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് ഇത് മനസ്സിലാവും. അപ്പൊ അതാ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫൈൻഡ് സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 + x² dx. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് എങ്ങനെയാ മനസ്സിലാക്കിയെടുക്കുക? അവിടെ വളരെ സിമ്പിൾ ആട്ടോ, ഒരു പ്രശ്നവുമില്ല. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കാണാൻ പറ്റണം, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും കാണാൻ പറ്റണം. നോക്കിക്കേ, ടാൻ ഇൻവേഴ്സ് എക്സ് ഫംഗ്ഷൻ ആണ്. സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ടാൻ ഇൻവേഴ്സ് എക്സ് മാത്രം. ഈ ടാൻ ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ അല്ലേ 1/1 + x²? ശരിയല്ലേ? ഞാനിവിടെ എഫ് ഓഫ് എക്സ് ആയിട്ട് ഫംഗ്ഷൻ ആയിട്ട് എഫ് ഓഫ് എക്സ് ആയിട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ്, അതായത് എഫ് ഡാഷ് എക്സ് ആണെന്ത് 1/1 + x². ശരിയാണ്, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ കൃത്യമാണ്. ഒരു ഫംഗ്ഷന് നിങ്ങൾ ടി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടായിരിക്കണം. സോ ഫംഗ്ഷനെ നമ്മൾ ടി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ട് താനും. സോ നോക്കിക്കുക, അങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ടി എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുക്കുക ടി = ടാൻ ഇൻവേഴ്സ് എക്സ്. എന്ന് നിങ്ങൾ രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കിട്ടും, dt/dx = ടാൻ ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/1 + x². ഓക്കെ, പ്രശ്നമൊന്നുമില്ല, ഇത് അവിടെ നിൽക്കട്ടെ. ഇനി കാര്യം പറഞ്ഞുതരാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ എവിടെയൊക്കെ ടാൻ ഇൻവേഴ്സ് എക്സ് ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾ പിന്നെ കൊടുക്കാൻ പോകുന്നത് ടി എന്നാ. അപ്പൊ അതാ നോക്ക്, സൈൻ ടി പ്രശ്നമല്ല. പക്ഷെ ഈ ഡി എക്സ് നമ്മളിവിടെ ഫംഗ്ഷൻ എക്സിന്റെ ടേമിലാകുമ്പോഴാണ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഫംഗ്ഷൻ ടിയുടെ ടേമിലായി. അതുകൊണ്ട് നമ്മളിതാ ഈ ഡി എക്സിനെ കൂടി ഒന്ന് റീപ്ലേസ് ചെയ്യും. ആ ഡി എക്സിനെ മാത്രം റീപ്ലേസ് ചെയ്യാൻ പറ്റൂല ചിലപ്പോൾ. അപ്പൊ ഞാൻ ഇതിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഡി എക്സിന് ഇങ്ങോട്ട് എടുക്കുന്നു. ഇത് ഡി എക്സ് അങ്ങോട്ട് പോകുമ്പോൾ dt = 1/1 + x² dx. അതായത് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, dt എന്ന് പറഞ്ഞൊരു ഫോമിലാക്കി മാറ്റണം എന്നുള്ളത്. അപ്പൊ ടി കിട്ടിയിട്ടുണ്ട്, ടാൻ ഇൻവേഴ്സ് എക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്തോടാ, ഇവിടെ നോക്കിക്കേ, ഇവിടെ dx/1 + x² നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? dx/1 + x². അതിന് പകരമുള്ളത് എന്താ, dt. അപ്പൊ ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് വളരെ സിമ്പിളാ. ഈ dx/1 + x² പകരം നിങ്ങൾ എന്ത് ചെയ്യുക, dt കൊടുത്തു വെക്കുക. അപ്പൊ നോക്കിക്കേ, ഇന്റഗ്രൽ സൈൻ ടി dt. സൈൻ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ദാറ്റ് ഈസ് -cos t. ശരിയല്ലേ? സൈൻ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ -cos x. അപ്പൊ സൈൻ ടിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ -cos t പ്ലസ് ഒരു സി കൂടി ഇട്ട് കൊടുത്താൽ മതി. എടാ, ടിയുടെ വാല്യൂ ഇനി എന്താണോ നിങ്ങൾ കൊടുത്തത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, -cos ടിക്ക് പകരം നിങ്ങൾ കൊടുത്തത് എന്താ നോക്കിക്കേ, ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇതിന്റെ ആൻസർ -cos tan ഇൻവേഴ്സ് എക്സ് + c. സിമ്പിൾ, ഇതല്ലേ ആൻസർ. നോക്കിക്കേ, വളരെ ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. എന്താ സബ്സ്റ്റിറ്റ്യൂഷന്റെ കണ്ടീഷൻ? ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റണം, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും അവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഈസി അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ അതാ ഇവിടെ നമ്മൾ അത് മാറ്റിയിട്ട് സൈൻ ടി എഴുതി, സൈൻ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ -cos t ആൻഡ് -cos ടിക്ക് പകരം ടാൻ ഇൻവേഴ്സ് എക്സ് കൊടുത്തു, അത്ര മാത്രം. ലാസ്റ്റ് സി ഇടാൻ മറന്നു പോയത്, ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വളരെ ഈസിയാ. ഇവിടെ ക്വസ്റ്റ്യൻ d/dx of f of x = tan inverse x/1 + x². then find f of x.
നമ്മൾ പറഞ്ഞ കാര്യം ആലോചിച്ച് വെക്കണേ. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താണോ ആ ആൻസറിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ തന്നെ കിട്ടണം. അതായത് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1+x² നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ കിട്ടണം, എഫ് ഓഫ് എക്സ് കിട്ടണം. നിങ്ങളോട് എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നോക്കിക്കേ, ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1+x² നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞ അതേ കാര്യം എന്താ ചെയ്യുന്നത്, ടി നേരത്തെ അതേ ക്വസ്റ്റ്യനാണ്. ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആൻഡ് ഡി ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/1+x² എന്ന് വരും. വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻറ്റു ഡി എക്സ് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി എക്സ് ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ എന്താ ആൻസർ കിട്ടുക, 1/1+x² ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി. അപ്പൊ വളരെ സിമ്പിൾ അല്ലേ സാറേ? അതേടാ, വളരെ സിമ്പിളാ. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് നോക്കിക്കേ. ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം നമ്മൾ കൊടുക്കുന്നത് ടി ആ, ശരിയല്ലേ? ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ നിങ്ങളുടെ ആൻസർ എങ്ങനെ വരിക, ടി dx by 1+x². സോ നോക്കിക്കേ, dx by 1+x² പകരം ഡി ടി. അപ്പൊ അതാ ടി ഡി ടി ആണ് നമ്മുടെ ആൻസർ. എടാ, എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക x²/2 ആ. അപ്പൊ ടീന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, ടി റൈസ് ടു ദ 1+1/1+1. അതായത് t²/2 പ്ലസ് സി ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടേണ്ടത്. സോ നോക്കിക്കേ, ടിയുടെ വാല്യൂ നമ്മൾ അവിടെ കൊടുത്തത് ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക, 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സി. സിമ്പിൾ. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. വളരെ ഈസി ആട്ടോ. നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്, അതേ മോഡൽ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസം വരുന്നത് മാത്രം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5x⁴ √x⁵5+1 dx. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ കണ്ടെത്താൻ പറ്റണം ആൻഡ് അതിന്റെ ഡെറിവേറ്റീവ്. എടാ നോക്കിക്കേ, x⁵5 കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, x⁵5ന്റെ ഡെറിവേറ്റീവ് ആണ് 5x⁴ അല്ലേ? പക്ഷെ ഞാൻ x⁵5ന് മാത്രം ടി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ +1 വെറുതെ ആവില്ലേ? അപ്പൊ ഞാൻ ടി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ടി ഈക്വൽ ടു x⁵5+1 ആണ്. പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് നോക്ക്, ഡി ടി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ x⁵5നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 5x⁴ ആ, ശരിയല്ലേ? +1 കോൺസ്റ്റന്റ് ആ, 0 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുക. സോ നോക്കിക്കുക, നമ്മുടെ ഡി ടി എന്താ കിട്ടുക, ഡി ടി ഈക്വൽ ടു 5x⁴ dx. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡി ടിക്ക് പകരം നിങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടത് ആൻഡ് ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്ക് പകരം കൊടുക്കേണ്ടത്. സോ നോക്കിക്കേ, ഇവിടെ x⁵5+1 ഉണ്ട് ആൻഡ് 5x⁴ dx ഉണ്ട്. സോ വളരെ ഈസിയാണ്, നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. x⁵5+1 ഉണ്ട്, അതേപോലെ തന്നെ 5x⁴ dx നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി റീപ്ലേസ് ചെയ്തോ, ദാ x⁵5+1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തത് ടി. അപ്പൊ √t 5x⁴ dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ടി. അപ്പൊ നോക്കിക്കേ, √x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2/3 x⁵3/2 എന്നാ. അപ്പൊ √t ചെയ്യുമ്പോൾ 2/3 t⁵3/2 പ്ലസ് സി. ടിക്ക് പകരം നമ്മൾ കൊടുത്തത് x⁵5+1. അങ്ങനെയാണ് ആൻസർ 2/3 x⁵5+1 all⁵3/2 പ്ലസ് സി. സിമ്പിൾ അല്ലേ? നോക്കിക്കേ, ഇത്രയേ ഉള്ളൂ. ഒരു ഫംഗ്ഷനും അവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും കിട്ടി. ഈസിയാ. അപ്പൊ ഡി ടി എന്ന് പറഞ്ഞ് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കും. ഈസി അല്ലേ? സോ അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്റഗ്രേറ്റ് sin x sin cos x dx. ഇവിടെ എങ്ങനെയാ ചെയ്യാ, sin x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ cos x കിട്ടും, ശരിയല്ലേ? cos x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ -sin x കിട്ടും. അപ്പൊ ഞാനേ sin x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് cos x കിട്ടും. പക്ഷെ ഈ cos എന്ന് പറയുന്നത് സൈൻ്റെ ഉള്ളിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടുള്ളത് അല്ലേ? അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത് ടി ആയിട്ട് എടുക്കാൻ പോകുന്നത് sin x അല്ല. ലെറ്റ് ടി ഈക്വൽ ടു cos x. ടി ആയിട്ട് ഞാൻ എടുക്കുന്നത് cos x ആ. അങ്ങനെയാണ് വാട്ട് ഈസ് ഡി ടി ബൈ ഡി എക്സ്. ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ cos x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആൻസർ കിട്ടുക -sin x ആ. അങ്ങനെയാണ് ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -sin x dx എന്ന് കിട്ടും. ഈസിയാണ്. അപ്പൊ ഡി ടി എന്ന് പറഞ്ഞാൽ -sin x dx, ടി എന്ന് പറഞ്ഞാൽ cos x. ഓക്കെ, അങ്ങനെയാണ് ഈ ഫംഗ്ഷനെ ഞാനൊന്ന് മാറ്റി ചെയ്താ. നോക്കിക്കേ, ഇന്റഗ്രൽ sin x അങ്ങനെ തന്നെ നിന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല. sin x അവിടെ ഒരു dx ഉണ്ട്, അതുകൊണ്ട് ഞാനിതാ ആദ്യം ഇത് ഒരുമിച്ച് ചെയ്താൻ പോവാ. sin cos x ഇങ്ങനെയാണുള്ളത്, sin cos x, പിന്നെ ഈ sin x ഉം ഈ dx ഉം. അപ്പൊ sin x dx ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. sin cos x ന് പകരം ടി കൊടുത്തേ, അപ്പൊ sin t. ഇനി അടുത്ത സ്റ്റെപ്പിൽ sin x dx പകരം നമ്മൾ കൊടുക്കേണ്ടത് ഡി ടി ആ. ഡി ടി അല്ല, അവിടെ ഒരു മൈനസ് കൂടി ഉണ്ട്. അപ്പൊ ഇത് ഞാൻ ഒന്നുകൂടി അടിപൊളിയാക്കി ചെയ്താൽ -dt ഈക്വൽ ടു എന്നാണ് sin x dx വരിക, ശരിയല്ലേ? നോക്കിക്കേ, അപ്പൊ sin x dx പകരം കൊടുക്കേണ്ടത് -dt. അപ്പൊ മൈനസ് ഞാൻ കോൺസ്റ്റന്റ് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് sin t dt ആണ്. sin x ഇന്റഗ്രേറ്റ് ചെയ്താൽ -cos x. അപ്പൊ sin t ഇന്റഗ്രേറ്റ് ചെയ്താൽ -cos t പ്ലസ് c. ആൻഡ് വാട്ട് ഈസ് t?
മൈനസും മൈനസ് കൂടി പ്ലസ് ആയിപ്പോൾ ടിക്ക് പകരം നമ്മൾ കൊടുത്തത് കോസ് എക്സ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ കോസ് എക്സ് പ്ലസ് സി. ഈ മൈനസും മൈനസ് കൂടി പ്ലസ് ആവട്ടോ, അതുകൊണ്ടാണ് അത് എഴുതാത്തത്. സോ റെഡി, നോക്കിക്കേ, ഈസി അല്ലേ, സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഒരു ഫംഗ്ഷനും ഐഡന്റിഫൈ ചെയ്യണം, ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും കിട്ടണം. സിമ്പിൾ അടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇന്റഗ്രൽ കോട്ടെക്സ് ലോഗ് സൈൻ എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ ടി ആയിട്ട് കൊടുക്കിയതാ. ഈ സൈൻ എക്സിന് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് എക്സ് കിട്ടേണ്ടിയിരുന്നു, പക്ഷെ ഇവിടെ കോട്ടെക്സ് ഉള്ളത്, അപ്പോൾ അത് പറ്റൂല. ഇനി കോട്ടെക്സിനെ കൊടുക്കാം, ലോഗ് സൈൻ എക്സിനെ കൊടുക്കാം. ഈ കോട്ടെക്സ് ലോഗ് സൈൻ എക്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഇന്റഗ്രൽ കോട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. ശരിയല്ലേ? ഇത് നേരെ തല തിരിച്ചും പറയാട്ടോ. അതായത് കോട്ടെക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലോഗ് മോഡ് സൈൻ എക്സ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കോട്ടെക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് മോഡ് സൈൻ എക്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ലോഗ് മോഡ് സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ലോഗ് സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കോട്ടെക്സും കിട്ടണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്റഗ്രേഷൻ ഈസ് എ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. തിരിച്ചും പറയാം, ഡിഫറൻസിയേഷൻ ഈസ് എ റിവേഴ്സ് പ്രോസസ് ഓഫ് ഇന്റഗ്രേഷൻ. അതായത് ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്താണോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൻസറും കിട്ടണം. അപ്പോൾ ഇത് ശരിയാണോ എന്ന് നോക്കാം. ശരിയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആയിട്ട് എന്ത് കൊടുക്കാം, ലോഗ് സൈൻ എക്സ് കൊടുക്കാം. അങ്ങനെയാണ് ഫംഗ്ഷൻ ലോഗ് സൈൻ എക്സ് ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് കോട്ടെക്സ് ഉണ്ട്. എടാ നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ വെറുതെ ഞാൻ ടി എന്ന് പറഞ്ഞൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കട്ടെ. ടി ഈക്വൽ ടു ലോഗ് സൈൻ എക്സ്. ലോഗ് സൈൻ എക്സ് ആണ് ടി എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലോഗ് സൈൻ എക്സ്. ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുക 1/x ആ. അപ്പൊ ലോഗ് സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടേണ്ടത് 1/sin x ആ. പക്ഷെ ഇവിടെ എക്സിന് പകരമുള്ളത് ആരാ, സൈൻ എക്സ്. അപ്പൊ സൈൻ എക്സിനെയും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക എന്താ, കോസ് എക്സ്. അതായത് ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് കോട്ടെക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ, ഡി ടി ഈസ് ഈക്വൽ ടു കോട്ടെക്സ് ഡി എക്സ് എന്നാ വരിക. ശരിയാണോ നോക്കിക്കേ, കോട്ടെക്സ് ഡി എക്സ്. അതായത് ഇപ്പൊ കറക്റ്റാ, ദാ കോട്ടെക്സ് ഉണ്ട്, ഡി എക്സ് ഉണ്ട്, ആൻഡ് ലോഗ് സൈൻ എക്സിന് പകരം ടി കൊടുത്താൽ ഒരു പ്രശ്നവുമില്ല. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ മാറ്റി എഴുതേണ്ടത് എങ്ങനെയായിരിക്കും, നമ്മൾ ദാ ടി ഈക്വൽ ടു എടുത്തത് എന്താ, ലോഗ് സൈൻ എക്സ്. അപ്പൊ ദാ നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെയാ, ലോഗ് സൈൻ എക്സ് കോട്ടെക്സ് ഡി എക്സ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ കൃത്യമാണ്, ലോഗ് സൈൻ എക്സിന് പകരം ടി കൊടുക്കുക. അപ്പൊ ടി ഇൻറ്റു കോട്ടെക്സ് ഡി എക്സിന് പകരം ഇപ്പൊ ഡി ടി ആ കിട്ടിയത്. ശരിയല്ലേ? കോട്ടെക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് സൈൻ എക്സ് ആ നമുക്കറിയാം, ലോഗ് മോഡ് സൈൻ എക്സ്. തിരിച്ചും പറഞ്ഞൂടെ, ഇന്റഗ്രേഷൻ ഈസ് എ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. തിരിച്ചും പറയാം, ഡിഫറൻസിയേഷൻ ഈസ് എ റിവേഴ്സ് പ്രോസസ് ഓഫ് ഇന്റഗ്രേഷൻ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നത് ഈ ആൻസർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ആയിട്ട് ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ നോക്കിക്കേ, ഇവിടെ കോട്ടെക്സ് ഡി എക്സിന് പകരം നമുക്ക് ഡി ടി എന്ന് കിട്ടി. സോ യുവർ ആൻസർ വിൽ ബി ടി. എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ x²/2. അപ്പൊ ഇവിടെ t² പ്ലസ് സി. ടിക്ക് പകരം നിങ്ങൾ കൊടുത്തത് എന്താ, ലോഗ് സൈൻ എക്സ്. അങ്ങനെയാണ് ആൻസർ വരിക 1/2 ലോഗ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സി. നോക്കിക്കേ, സിമ്പിൾ അല്ലേ, ഈസി അല്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ഇ റൈസ് ടു x² dx. ഇത് കണ്ടാൽ തന്നെ അറിയാം, x² ഉണ്ട്, ഈ x²നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2x എന്നാ കിട്ടുക. 2x എന്നുള്ളത് പ്രശ്നമൊന്നുമില്ല കേട്ടോ, എക്സ് ഉണ്ടല്ലേ 2x. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ടി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആ x²നെയാണ്. ടി ഈക്വൽ ടു x², അതായത് ഡി ടി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 2x ആണ്. ആൻഡ് അങ്ങനെയാണ് നോക്ക്, ഡി ടി ഈക്വൽ ടു 2x dx. പക്ഷെ നിങ്ങളുടെ ഇവിടെ ഫംഗ്ഷനിലുള്ളത് നമുക്ക് റീപ്ലേസ് ചെയ്യാനത് ഒരു എക്സും ഒരു ഡി എക്സും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ എക്സ് ഡി എക്സ് അവിടെ നിൽക്കട്ടെ, ഈ 2 ഇങ്ങോട്ട് വരട്ടെ. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടുക ഡി ടി ബൈ 2 ആയിരിക്കും എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ അവിടെ എന്താണോ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളത് ആ ഒരു ഫോമിലേക്ക് നിങ്ങൾ മാറ്റിയെടുക്കണം. സോ ടി x² ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ടി ബൈ 2 ആണ് എക്സ് ഡി എക്സ്. സോ മാറ്റിക്കേടാ, ദാ ഇ റൈസ് ടു x² ഇൻറ്റു എക്സ് ഡി എക്സ്. നമ്മൾ ഒന്നുകൂടി അടിപൊളിയാക്കിയാൽ ഇ റൈസ് ടു x² പകരം ടി കൊടുത്തു. അപ്പൊ ഇ റൈസ് ടു ടി, എക്സ് ഡി എക്സിന് പകരം എന്താ നോക്കിക്കേ, ഡി ടി ബൈ 2. ഈ 1/2 കോൺസ്റ്റന്റ് ആണ് പുറത്തിറക്കി. അപ്പൊ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത് ഇ റൈസ് ടു ടി ഡി ടി. ഇ റൈസ് ടു എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഇ റൈസ് ടു എക്സ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ആൻസർ 1/2 ഇ റൈസ് ടു ടി. ഇ റൈസ് ടു ടി അല്ലേ, അപ്പൊ ഇ റൈസ് ടു ടി ആൻസർ പ്ലസ് സി. എടാ ടി ആയിട്ട് നമ്മൾ കൊടുത്തത് എന്തായിരുന്നു, x² അല്ലേ. സോ യുവർ ആൻസർ വിൽ ബി 1/2 ഇ റൈസ് ടു x² പ്ലസ് സി. സിമ്പിൾ, ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊക്കെ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഈസി അല്ലേ, സിമ്പിൾ. സബ്സ്റ്റിറ്റ്യൂഷൻ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അടുത്ത് നോക്കിക്കേ, യൂസിങ് പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവാലുവേറ്റ് 1/x പ്ലസ് എക്സ് ലോഗ് x². എടാ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം.
നിങ്ങളൊരു ക്വസ്റ്റ്യനിൽ എപ്പോഴും log x കാണുന്നുണ്ടോ അവിടെ നിങ്ങൾക്ക് ഒരു 1/x കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. log x ഉള്ള കേസ് എവിടെ ഉണ്ടെങ്കിലും അവിടെ ഒരു 1/x എങ്ങനെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും. കാരണം log x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് 1/x. പക്ഷെ ഇവിടെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ടില്ലെങ്കിലും പക്ഷെ ഇവിടെ നമുക്ക് 1/x ആക്കി എടുക്കാം. നോക്കിക്കേ, ഇതിനൊന്ന് ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രൽ ഞാൻ ഡിനോമിനേറ്ററിലെ x ഒന്ന് കോമൺ എടുക്കാം. ഈ എക്സ് എക്സ് കോമൺ എടുത്താൽ അവിടെ 1 മാത്രമേ ബാക്കി ഉണ്ടാവും. ഈ എക്സ് log x സ്ക്വയർ എക്സ് കോമൺ എടുത്താൽ പിന്നെ log x സ്ക്വയർ മാത്രമേ ബാക്കി ഉണ്ടാവും. log x സ്ക്വയർ നോക്കിക്കേ, ഇപ്പൊ 1/x പുറത്ത് വന്നു. 1/x പുറത്തുണ്ട്, 1/x പുറത്തുണ്ട്, log x ഉണ്ട്. log x ന് t എടുത്താൽ പോരെ, കഴിഞ്ഞില്ല പരിപാടി. t ഈക്വൽ ടു log x, log x ന് പകരം t എടുക്കുക. dt ബൈ dx ഈക്വൽ ടു log x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/x ആൻഡ് dt ഈക്വൽ ടു 1/x dx. ശരിയല്ലേ? നോക്കിക്കേ, dt ഈക്വൽ ടു 1/x dx, t ഈക്വൽ ടു log x. ഇനി റീപ്ലേസ് ചെയ്തോ, വേണ്ടതൊക്കെ റീപ്ലേസ് ചെയ്തോ, ആൻസർ കിട്ടിയതാ ഈക്വൽ ടു ഈ 1/x dx. അതിന് പകരം എന്ത് കൊടുത്താൽ മതി? dt കൊടുത്താൽ മതി. ആൻഡ് അടുത്ത പ്രശ്നം തീർന്നിട്ടില്ല. 1/1 ഈ 1 പ്ലസ് log x നാണ് നമ്മൾ t കൊടുത്തത്. അപ്പൊ 1/1 പ്ലസ് t സ്ക്വയർ. ശരിയല്ലേ? ഇൻറ്റു പിന്നെ നിങ്ങൾ dx/x അതായത് 1/x dx പകരം dt കൊടുത്തു. അപ്പൊ നോക്കിക്കേ, 1/1 പ്ലസ് x സ്ക്വയർ ആണെങ്കിൽ ആൻസർ എന്തായിരുന്നു? tan ഇൻവേഴ്സ് x ആ. ശരിയല്ലേ? ഇന്റഗ്രേറ്റ് ചെയ്താലേ അങ്ങനെയാണ് 1/1 പ്ലസ് t സ്ക്വയർ ഇൻറ്റു dt ആണെങ്കിൽ ആൻസർ എന്താ? tan ഇൻവേഴ്സ് t പ്ലസ് c. ശരിയല്ലടാ? 1/1 പ്ലസ് x സ്ക്വയർ ആണ് tan ഇൻവേഴ്സ് x, 1/1 പ്ലസ് t സ്ക്വയർ ആണെങ്കിൽ tan ഇൻവേഴ്സ് t. സോ യുവർ ആൻസർ വിൽ ബി tan ഇൻവേഴ്സ് t പ്ലസ് c. അങ്ങനെയാണെങ്കിൽ നമ്മുടെ t ആയിട്ട് നമ്മൾ എടുത്തത് എന്താ? log x. സോ യുവർ ആൻസർ വിൽ ബി tan ഇൻവേഴ്സ് log x പ്ലസ് c. ഇതാണ് വളരെ ഈസിയാണ്. ഇതൊക്കെ ചോദിച്ചത് 2 മാർക്കിനാണ്. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ഒരു ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് sin 2x e raised to cos square x dx. e raised to cos square x dx ആ. അപ്പൊ എന്താ ചെയ്യാം? cos square x നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കണം. ആൻഡ് sin 2x നെ വേണം ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. പക്ഷെ നോക്കിക്കേ, ഒരു ഫംഗ്ഷന്റെ ഉള്ളിലാണ് അടുത്ത ഫംഗ്ഷൻ വരുന്നത്. e raised to x വരേണ്ട അടുത്താണ് cos square x വന്നത്. അപ്പൊ നിങ്ങൾ അധികവും ഇങ്ങനത്തെ കേസിലൊക്കെ ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ വരുന്ന ഫംഗ്ഷനെ ആയിരിക്കും നിങ്ങൾ t ആയിട്ട് എടുക്കേണ്ടി വരിക. സോ നോക്കിക്കേ, ഞാൻ ടിക്ക് പകരം ഈ cos square x എടുക്കാൻ പോവാ. ടിക്ക് പകരം cos square x എടുത്തു. cos square x ആണ്, cos x ഒന്നുമല്ല, cos square x ആണ്. അപ്പൊ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. സോ ടിക്ക് പകരം cos square x എടുത്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് dt ബൈ dx? cos square x ഇത് x raised to n ഫോമില. x raised to n ആണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ nx raised to n minus 1 ആ. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുക 2 cos x all raised to 2 minus 1, അതായത് പവറിൽ 1 തന്നെ വരും. തീർന്നിട്ടില്ല. എടാ, x raised to n ആണെങ്കിലാണ് x raised to n ആണെങ്കിലാണ് nx raised to n raised to n minus 1 വരിക. പക്ഷെ ഇവിടെ cos square x ആകുമ്പോൾ 2 cos x എഴുതി പ്രശ്നമൊന്നുമില്ല. പക്ഷെ എക്സിന് പകരം cos x ആ. അപ്പൊ cos x നെ കൂടി എന്ത് ചെയ്യണം? ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. cos x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുക മൈനസ് sin x ആ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്ക്, dt ബൈ dx ഈസ് ഈക്വൽ ടു -2 sin x cos x. ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം. പക്ഷെ നിങ്ങൾക്ക് ഇതാ ഇവിടെയുള്ള ആ ഒരു ഫോമിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഉണ്ടടാ, ഈ ഒരു സാധനം 2 sin x cos x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് sin 2x. ട്രിഗണോമെട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് dt ബൈ dx ഈക്വൽ ടു മൈനസ് sin 2x എന്ന് എഴുതാം. പ്രശ്നമില്ല, കാരണം അവിടെ sin 2x ഉണ്ട്. നമുക്ക് വേണ്ടത് sin 2x ഉം dx ഉം. അതിനെ റീപ്ലേസ് ചെയ്താൽ പോരെ? അങ്ങനെയാണെങ്കിൽ dt ഈക്വൽ ടു sin 2x dx എന്ന് ഞാൻ എഴുതി. ആൻഡ് ഇവിടെയുള്ള മൈനസ് ഇങ്ങോട്ട് എടുത്താൽ പോരെ? അപ്പൊ മൈനസ് dt ഈക്വൽ ടു sin 2x dx ആൻഡ് t ഈക്വൽ ടു cos square x. ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ ക്ലിയർ ആയില്ലേ? ആൻഡ് അങ്ങനെയാണെങ്കിൽ ഇതിനെ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതിയടാ. ഇന്റഗ്രൽ sin 2x, ഇത് ഞാൻ ഒന്നുകൂടി മാറ്റിയതാണ്, e raised to cos square x sin 2x dx. എടാ വളരെ ഈസി ആട്ടോ. e raised to cos square x ന് പകരം t കൊടുത്തു. അപ്പൊ e raised to t. sin 2x dx ന് പകരം നമ്മൾ എടുത്തത് മൈനസ് dt എന്നാ. അപ്പൊ ഇൻറ്റു മൈനസ് dt, മൈനസ് പുറത്ത് വരട്ടെ. ഇന്റഗ്രൽ e raised to t dt. എടാ e raised to x ആണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ e raised to x തന്നെ. അപ്പൊ e raised to t ആണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ e raised to t തന്നെ പ്ലസ് c. ആൻഡ് ടിക്ക് പകരം എന്ത് റീപ്ലേസ് ചെയ്ത് കൊടുത്തേ? cos square x. അപ്പൊ e raised to cos square x പ്ലസ് c. ദിസ് ഈസ് ദ ആൻസർ. സിമ്പിൾ അല്ലേ? നോക്കിക്കേ, ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിക്കേ, f ഡാഷ് x ബൈ f ഓഫ് x. ഈ ഒരു 2 സ്റ്റാൻഡേർഡ് ഫോർമുല നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ളതാണ്. വളരെ ഈസിയാണ് കേട്ടോ. കാരണം ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പ്രോബ്ലം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, f ഡാഷ് x ബൈ f ഓഫ് x
ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ഇതാണ് ഡെറിവേറ്റീവ്, എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് അല്ലേ. എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് വിചാരിച്ചോ. എഫ് ഓഫ് എക്സ് നമ്മുടെ ഫംഗ്ഷനും ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ഇങ്ങനെയാണുള്ളത്. ഇനി ഇതാ നമ്മൾ പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ആ ഫംഗ്ഷൻ ഡിനോമിനേറ്ററിലും ഉണ്ടെങ്കിൽ, ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഫംഗ്ഷൻ ഡിനോമിനേറ്ററിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ മറക്കരുത്, ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഫംഗ്ഷൻ ഡിനോമിനേറ്ററിലും ഉണ്ടെങ്കിൽ ആൻസർ ഈസ് ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. അങ്ങനെയാണ് ഇവിടെ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇവിടെ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ആ ഫംഗ്ഷൻ ഡിനോമിനേറ്ററിൽ റൂട്ടിന്റെ ഉള്ളിലുമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ്. അപ്പൊ മറക്കരുത്, 2 സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ്, പഠിച്ചു വെച്ചോ. എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ്, ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് എഫ് ഡാഷ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ 2 റൂട്ട് എഫ് ഓഫ് എക്സ്. സിമ്പിൾ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. സോ അങ്ങനെയാണെങ്കിൽ എടാ നോക്കിക്കേ, 2x by 1 plus x square. ഇതിപ്പോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തുവാണെങ്കിൽ 2x by 1 plus x square എന്ന് പറയുന്ന ആൻസർ വളരെ സിമ്പിൾ ആണ്. 1 plus x square ഫംഗ്ഷനാ. 1 plus x square x സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് 2x കിട്ടുക. അതായത് 1 plus x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ് 2x. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ്. ഇതാണ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് ദിസ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ 2x. അങ്ങനെയാണ് ആൻസർ എന്താ? ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. സോ ആൻസർ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, ലോഗ് മോഡ് ഫംഗ്ഷൻ 1 plus x square plus c. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടിയില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തോ. സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്ത് t ഈക്വൽ ടു 1 plus x square കൊടുക്കും ആൻഡ് dt ഈക്വൽ ടു 1 plus x square. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x കിട്ടും ആൻഡ് ബൈ dx ഇങ്ങോട്ട് എടുക്കും. അതായത് വിത്ത് റെസ്പെക്ട് ടു dx അല്ലേ ചെയ്യുന്നത്, 2x dx. നോക്കിക്കേ, 2x dx അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. വളരെ ഈസിയാ. ഈ 2x dxന് പകരം dt കൊടുത്തേ, 2x dxന് പകരം dt കൊടുത്തു ബൈ ഈ 1 plus x square പകരം t കൊടുത്തേ t. നോക്കിക്കേ, 1 by t dt. എടാ 1 by t dt ആണെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് ടി ആ, ലോഗ് മോഡ് ടി പ്ലസ് സി. ഇവിടെ ടിക്ക് പകരം നമ്മൾ എടുത്തത് എന്താ? 1 plus x square. അപ്പൊ ലോഗ് മോഡ് 1 plus x square plus സി. ഇങ്ങനെ ചെയ്താലും ആൻസർ കറക്റ്റാ. നോക്കിക്കേ, ഇങ്ങനെ ചെയ്താലും ആൻസർ കറക്റ്റാ. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. നമുക്ക് ഒരുപാട് പ്രോബ്ലത്തിൽ ഇനി ചെയ്യാനുണ്ട്. അപ്പൊ ഇത് ഓർത്ത് വെക്കട്ടോ, എപ്പോഴും ഓർത്ത് വെക്കണം. അതേ മോഡലുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. എഫ് ഓഫ് എക്സ് ബൈ ടാൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് ടാൻ എക്സ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഒരു ഫംഗ്ഷന് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് റാഷണൽ ഫംഗ്ഷൻ ആണ് വന്നതെങ്കിലും ആൻഡ് അതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ ലോഗ് മോഡ് എന്ന് പറഞ്ഞാണെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. നമ്മൾ പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്കിക്കേ, ഒരു ഫംഗ്ഷന് ഡിനോമിനേറ്ററിലും ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഉണ്ടെങ്കിൽ ആൻസർ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ആൻസർ? ഇവിടെ ഫംഗ്ഷൻ ഏതാണ്? ഈ എഫ് ഓഫ് എക്സ് ചെയ്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ലടാ, ഈ ഒരു ഫംഗ്ഷൻ ടാൻ എക്സ് ആണ് ഡിനോമിനേറ്ററിലുള്ളത്. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ അതും കൂടി എഴുതി തരാം. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് ടാൻ എക്സ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല ഒന്ന് നിങ്ങൾ മൈൻഡിലേക്ക് വരണം. ഇന്റഗ്രൽ എഫ് ഡാഷ് ബൈ എഫ് ഡി എക്സ് ആണെങ്കിൽ ആൻസർ ഈസ് ലോഗ് മോഡ് എഫ് പ്ലസ് സി. അതായത് നോക്കിക്കേ, ഇവിടെ അതേ ഫോർമുല ഉള്ളത്. ടാൻ എക്സ് ഡിനോമിനേറ്ററിൽ, ആൻസർ ലോഗ് മോഡ് ടാൻ എക്സ് ഫംഗ്ഷൻ. അപ്പൊ നിങ്ങൾ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ വരേണ്ടത്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക് സ്ക്വയർ എക്സ് അല്ലേ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സീക് സ്ക്വയർ എക്സ്. സിമ്പിൾ, ഇത്രേ ഉള്ളൂ കേട്ടോ. ആ ഒരു കാര്യം, ആ ഒരു ഐഡിയ മൈൻഡിൽ ഉണ്ടായാൽ മതി. ഓക്കെ, റെഡി, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഇതല്ലാതെയും ചെയ്യാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് അറിയില്ല, അല്ലാതെ ചെയ്യാം എങ്ങനെയാ സാർ? എടാ ഞാൻ പറഞ്ഞു, ഇന്റഗ്രേഷൻ ഈസ് എ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ ഈസ് എ റിവേഴ്സ് പ്രോസസ് ഓഫ് ഇന്റഗ്രേഷൻ. നിങ്ങൾ ഈ ലോഗ് ടാൻ എക്സിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആൻസർ കിട്ടേണ്ടത് ഇവിടെ ഉള്ള ഇതായിരിക്കണം. ലോഗ് ടാൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിച്ചു തരാമാണെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. ലോഗ് ടാൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് ടാൻ എക്സ്. ലോഗ് ടാൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ആ എഫ് ഓഫ് എക്സ് ബൈ ടാൻ എക്സ് ആയിരിക്കണം. നോക്കിക്കേ, എടാ ലോഗ് ടാൻ എക്സ്, ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 1 by എക്സ്. ലോഗ് എക്സിനാണെങ്കിൽ 1 by എക്സ്. അപ്പോൾ ലോഗ് ടാൻ എക്സ് ആകുമ്പോൾ 1 by ടാൻ എക്സ്. ടാൻ എക്സ് എക്സിന് പകരമുള്ളത്. അപ്പോൾ ടാൻ എക്സിനെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ടാൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീക് സ്ക്വയർ എക്സ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ആൻസർ നോക്ക്, എഫ് ഓഫ് എക്സ് ബൈ ടാൻ എക്സ്. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഇവിടെയും ടാൻ എക്സ് ഉണ്ട്, ഇവിടെയും ടാൻ എക്സ് ഉണ്ട്. സോ നിങ്ങളുടെ ആൻസർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് സീക് സ്ക്വയർ എക്സ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആ ഒരു ഐഡിയ കൂടി വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, റെഡി, ഈസി ആണ്, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ്. ഇപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ, നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ഫോമിലേക്ക് തന്നെ വീണ്ടും എത്തി. അതായത് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ആ ഫംഗ്ഷൻ റൂട്ടിന്റെ ഉള്ളിലുമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആ.
ഇത് ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ദാ നോക്ക്, നമ്മുടെ ഫംഗ്ഷൻ tan x ആണ് ഇവിടെ ഞാൻ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത്. ഫംഗ്ഷൻ tan x ആണ്. ആ ഫംഗ്ഷൻ tan x ന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത് നമ്മുടെ sec² x എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങളുടെ ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും യൂസ് ചെയ്യണ്ട. ഇന്റഗ്രൽ sec² x ബൈ റൂട്ട് tan x ആണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ? പറഞ്ഞേ, വേഗം പറഞ്ഞ നിങ്ങൾ. ലോഗ് അല്ല, 2 റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് സി. 2 റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് സി. അപ്പൊ 2 റൂട്ട് ഫംഗ്ഷൻ ആയിട്ടുള്ളത് tan x പ്ലസ് സി. ഇനി ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യുകയാണെങ്കിലും, അതായത് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യുക? tan x ആണ് ടി. tan x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ sec² x. അപ്പൊ sec² x dx എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് dt കിട്ടും. അപ്പൊ dt ബൈ റൂട്ട് ടി എന്ന് വരും. റൂട്ട് ടി ആണെങ്കിൽ നമ്മൾ 1/√t ആണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. 1/√x ആണെങ്കിൽ 2√x. അപ്പൊ ആൻസർ വരെ 2√t. അപ്പൊ 2 റൂട്ട് tan x തന്നെ ആൻസർ കിട്ടും. അപ്പൊ ഈ ഒരു രണ്ട് സാധനം, ഈ ഒരു രണ്ട് സ്റ്റാൻഡേർഡ് റിസൾട്ട് കൃത്യമായിട്ട് ഓർത്ത് വെക്കട്ടോ. റെഡി? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി പഠിക്കാനുള്ളത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഇതിലും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ട്രിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന 2 സ്ക്വയർ വരുന്നതാണ് പറയുന്നത്. അതായത് ഇന്റഗ്രൽ sec² x നിങ്ങൾക്കറിയാം, ഇന്റഗ്രൽ cosec² x നിങ്ങൾക്കറിയാം. ആൻഡ് ഇന്റഗ്രൽ tan² x ഇന്റഗ്രൽ cot² x നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് cos² x sin² x ഇന്റഗ്രേറ്റ് ചെയ്യാൻ വന്നാൽ എങ്ങനെ ചെയ്യാന്നുള്ളത് വളരെ ഈസിയാണ്. നിങ്ങളിതാ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം, കാണാതെ പഠിക്കേണ്ട. cos 2x ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. cos 2x = 2 cos² x - 1. അതേപോലെ തന്നെ 1 - 2 sin² x, 1 - tan² x / 1 + tan² x ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മൈൻഡിൽ ഉണ്ടാവണം. ആൻഡ് cos² x - sin² x കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ cos² x ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഈ -1 അങ്ങോട്ട് പോട്ടെ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുക 1 + cos 2x ആൻഡ് ബൈ 2 എന്ന് കിട്ടും. 2 അതായിരിക്കും എന്ത്? cos² x. ശരിയാണോ നോക്കിക്കേ? ഇതാണ് നിങ്ങൾ cos² x വരുന്നതിന് പകരം യൂസ് ചെയ്യേണ്ടത്. cos² x എവിടെ വരുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ മതി. cos² x പകരം ഇതേപോലെ തന്നെ ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് sin² x ഒരു ഫോം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ sin² x വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ മതിയാവും. അതായത് sin² x വരെ നിങ്ങൾക്ക് ഇങ്ങനെയാണ്. sin² x = 1 - cos 2x / 2 ആണോ നോക്കിക്കേ? കറക്റ്റ് ആണോ നോക്കിക്കേ? സിമ്പിൾ. അതായത് 1 - 2 sin² x, -2 sin² x ഇങ്ങോട്ട് വരും, cos 2x ഇങ്ങോട്ട് വരും. അപ്പൊ 1 - cos 2x = 2 sin² x എന്ന് വരും. 2 റൈറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബൈ 2 ആവും. അപ്പൊ 1 - cos 2x / 2. അപ്പൊ മൈൻഡിൽ നോട്ട് ചെയ്ത് വെച്ചോ, cos² x എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും യൂസ് ചെയ്യേണ്ടത് 1 + cos 2x / 2. sin² x എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും യൂസ് ചെയ്യേണ്ടത് 1 - cos 2x / 2. സിമ്പിൾ ആണ്. ആൻഡ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് അടുത്ത 2 ആൾക്കാർ കൂടി പരിചയപ്പെടുത്തി തരാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് sin³ x എങ്ങനെ വന്നാലും എഴുതാൻ പറ്റുന്ന റിസൾട്ട് sin³ x വളരെ ഈസിയാ. sin³ x ഈ ഇക്വേഷൻ ആണ് വരുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം എന്നൊരു നിർബന്ധമില്ല. sin³ x = അത് നിങ്ങൾക്ക് വരാൻ പോകുന്നത് 3 sin x - sin 3x / 4. ശരിയല്ലേ? നോക്കിക്കേ, ഇത് ഇങ്ങോട്ടേക്ക് പോകും, ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ 3 sin x - sin 3x / 4 അതായിരിക്കും എന്ത്? sin³ x. ഈസി ആണല്ലോ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. റെഡി? അതേപോലെ തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? cos³ x വന്നാലും എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടും. cos³ x ആണെങ്കിൽ ഇതിവിടെ എങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ cos 3x + 3 cos x / 4 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം 1 + cos 2x / 2 കോൺസ്റ്റന്റ് പുറത്തിറങ്ങും. 1 ഇന്റഗ്രേറ്റ് ചെയ്യാം, cos 2x ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെയൊക്കെ അതേപോലെ തന്നെ /4 കോൺസ്റ്റന്റ് പുറത്തിറങ്ങും. sin x ഇന്റഗ്രേറ്റ് ചെയ്യാം, sin 3x ഇന്റഗ്രേറ്റ് ചെയ്യാം. സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്, പബ്ലിക് എക്സാമിനൊക്കെ ചോദിച്ചതാണ്. ഇത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് പറഞ്ഞുതരാം കേട്ടോ. നോക്കിക്കേടാ, ഈ ഒരു സംഭവം ഇന്റഗ്രൽ cos² x dx = x / 2 + sin 2x / 4 + c എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ പഠിച്ചത് എന്താ? cos² x നിങ്ങൾക്ക് എവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ മതി. 1 + cos 2x / 2 ഓക്കെ ആണ്, മറക്കരുത്. സോ നിങ്ങൾ ഇതൊന്ന് റീപ്ലേസ് ചെയ്ത് ഇന്റഗ്രൽ cos² x പകരം 1 + cos 2x / 2 dx. ഈ /2 കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ അത് ഞാൻ പുറത്തിറക്കിയപ്പോൾ എനിക്ക് 1 + cos 2x dx എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നിങ്ങളൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്തത്. 1/2 കോൺസ്റ്റന്റ് 1 ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ x, 1 dx ഇന്റഗ്രേറ്റ് ചെയ്താൽ x, cos 2x ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക sin 2x ആ. ശരിയല്ലേ? cos x ആണെങ്കിൽ sin x, cos 2x ആകുമ്പോൾ sin 2x തീർന്നിട്ടില്ല. x കോയിഫിഷ്യന്റ് എന്താണോ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡും ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് +c കൂടി ഉണ്ട്, +c. സോ ഈ 1/2 കൊണ്ട് x മൾട്ടിപ്ലൈ ചെയ്തോ. 1/2 × x / 2 പ്ലസ് 1/2 × sin 2x / 2. അപ്പൊ sin 2x / 2 × 2 എന്ന് പറഞ്ഞാൽ 4 അല്ലേ? +c. ഇതാണ് ആൻസർ. ഇതാണ് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. നോക്കിക്കേ, വളരെ ഈസി, 2 മാർക്ക്.
ഓക്കെ അല്ലേ? അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. സൈൻ സ്ക്വയർ 2x + 3. ഇവിടെ എന്താ ചെയ്യുക? ഇവിടെ നിങ്ങൾ നേരത്തെ പഠിച്ച അതേ സംഭവം തന്നെയാണ്. ഇതാ നോക്കിക്കേ, സൈൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ യൂസ് ചെയ്യേണ്ടത് 1 + cos x അല്ല 1 - cos 2x/2. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നം വരാനുണ്ട്. ഇവിടെ എക്സിന് പകരം 2x + 3 ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോന്നറിയോ? നിങ്ങൾ t = 2x + 3 ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷനും കൂടി യൂസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. അപ്പൊ അങ്ങനെയാണ് നോക്കിക്കോ, dt/dx = 2 കോൺസ്റ്റന്റ്. ഓക്കെ, എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് തന്നെ, ആൻഡ് +3 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0. സോ അങ്ങനെയാണെങ്കിൽ dt = നിങ്ങൾക്ക് ആൻസർ കിട്ടുക 2dx എന്നാ. dt = 2dx എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് എന്താണോ റീപ്ലേസ് ചെയ്യാനുള്ളത് നോക്കുക. സൈൻ സ്ക്വയർ dx മാത്രമല്ല ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 2 ഇങ്ങോട്ടേക്ക് തന്നെ എടുത്തോ. അപ്പൊ dt/2 = dx എന്ന് കിട്ടും. അപ്പൊ ദാ dx മാത്രമേ അവിടെ ഉള്ളൂ. dt/2 കൊടുത്താൽ മതി. ടിക്ക് പകരം 2x + 3ക്ക് പകരം ടിയും കൊടുക്കുക. നിങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നോക്കിക്കോ, കൃത്യമായിട്ട് നോക്കിക്കോ. ഇന്റഗ്രൽ സൈൻ സ്ക്വയർ 2x + 3ക്ക് പകരം എന്താ നമ്മൾ കൊടുത്തത്? ടി. സൈൻ സ്ക്വയർ ടി ആൻഡ് ഈ dxന് പകരം dt/2. അപ്പൊ അതാ dt/2. ഓക്കെ, ഈ /2 കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ പുറത്തിറങ്ങട്ടെ 1/2. ആൻഡ് സൈൻ സ്ക്വയർ ടി മാത്രമുള്ളത് സൈൻ സ്ക്വയർ ടി dt. സൈൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ 1 - cos 2x/2 ആ. അപ്പൊ സൈൻ സ്ക്വയർ ടി ആകുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 1 - cos 2t/ അല്ലേ? cos 2x/2 അല്ലേ? അപ്പൊ 1 - cos 2t/2. ഈ /2 കോൺസ്റ്റന്റ് അല്ലേ? അതും പുറത്തിറങ്ങട്ടെ. അപ്പൊ 1/2 × 1/2 ഇന്റഗ്രൽ 1 - cos 2t dt. ഈസിയാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ദാ 1/4 × 1നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 dt ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക നിങ്ങൾക്ക്? 1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ dt വെച്ച് വിത്ത് റെസ്പെക്ട് ടു dt ആണെങ്കിൽ t മൈനസ് cos 2tനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് sin 2t. കഴിഞ്ഞിട്ടില്ല. ആൻഡ് ടീന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതുകൊണ്ട് ഡിവൈഡ് കൂടിയും ചെയ്യണം. ഇപ്പം കഴിഞ്ഞു. ഇപ്പം പ്രശ്നമൊന്നുമില്ല. സോ ആൻസർ എന്ന് പറയുമ്പോൾ t/4 മൈനസ് sin 2t/2 × 4 എന്ന് പറയുമ്പോൾ 8 + c. കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആ ടിക്ക് പകരം നിങ്ങൾ കൊടുത്ത വാല്യൂ ഒന്ന് റീപ്ലേസ് ചെയ്തോ. അപ്പൊ നിങ്ങളുടെ ആൻസർ എന്ന് പറയുമ്പോൾ 2x + 3/4 മൈനസ് sin 2 × ടിക്ക് പകരം എന്താ? 2x + 3/8 + c. ഇതായിരിക്കും ആൻസർ. വേണമെങ്കിൽ നിങ്ങൾ ഈ 2 × 2x 4x + 6 എന്ന് എഴുതിക്കോ. അത് എഴുതിയാലും കറക്റ്റ് ആണ്. ഇവിടെ നിർത്തിയാലും ഒരു പ്രശ്നമില്ല. അപ്പൊ മനസ്സിലായല്ലോ, സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാ. അപ്പൊ സൈൻ സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സും വന്നാൽ ഈ രണ്ട് ഫോർമുലകളും യൂസ് ചെയ്യാം. റെഡി? ആൻഡ് അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളതാ ഈ ഒരു സംഭവം. വളരെ ഈസിയാണ്. ഇത് ക്വസ്റ്റ്യൻ വരെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. sin 5x cos x ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറയും. അതായത് sin x cos y എന്ന് പറയുന്ന ഫോമിലോ, cos x sin y എന്ന് പറഞ്ഞ ഫോമിലോ, cos x cos y എന്ന് പറഞ്ഞ ഫോമിലോ, sin x sin y എന്ന് പറഞ്ഞ ഫോമിലോ ആണെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യേണ്ടത്. എന്താ നോക്കിക്കേ, sin x + y + sin x - y ആണ് 2 sin x cos y. അതേപോലെ തന്നെ ബാക്കിയുള്ള ഇതും ഫോർമുല നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒന്ന് പഠിക്കുക കൃത്യമായിട്ട്. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആൻസറിലേക്ക് എത്തേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകും ഈ ഒരു ഫോമുല sin x cos y എന്ന് പറഞ്ഞ ഫോമിൽ. നിങ്ങൾ നോക്കി, ഇവിടെ sin x cos y എന്നുണ്ട്. അപ്പൊ ഈ ഒരു 2 അധികം പറ്റുക, അത് ഇങ്ങോട്ടേക്ക് എടുക്കും. നിങ്ങൾ എഴുതേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷൻ പഠിച്ചേക്കുക. sin x + y ആണെങ്കിൽ sin x + y + sin x - y ആണെങ്കിൽ 2 sin x cos y. വേണമെങ്കിൽ കോഡും പറഞ്ഞുതരാം. നമ്മളൊക്കെ മുമ്പൊക്കെ പഠിപ്പിച്ച കോഡ് ഇതാ. പറഞ്ഞു പറ്റിച്ചാന്നല്ല കേട്ടോ, പറഞ്ഞു പഠിപ്പിച്ചതാ. ഇത് SC, ഇത് CS, ഇത് CC ആൻഡ് ഇത് -SS. ഇത് നമ്മൾ സം ആൻഡ് പ്രൊഡക്റ്റ് ഫോമുല പഠിച്ചതാണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അതായത് SC ഫോമിലാണെങ്കിൽ sin x cos y ഫോമിലാണെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. CS ആണെങ്കിൽ ഇത് രണ്ടും മാറിപ്പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, രണ്ടും ഏകദേശം സെയിം തന്നെ, രണ്ടും ഒരേ ആൻസറാണ് കിട്ടുക. CS ഫോമിലാണെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. അപ്പൊ അതാ നോക്കിക്കേ, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് sin x cos y ആണെങ്കിൽ നിങ്ങൾ ഈ × 2 ഇല്ലേ, ഇത് റൈറ്റിലേക്ക് പോട്ടെ. അപ്പൊ ഇങ്ങനെ സംഭവിക്കും 1/2 × sin x + y + sin x - y. ഇതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടി വരിക. റെഡി? ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ഏത് ഫോം ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. cos x sin y വന്നിട്ടുണ്ടെങ്കിൽ 1/2 × sin x + y - sin x - y ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. sin square x + cos square x 1, sec square x - tan square x 1, cosec square x - cot square x 1. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലം, ഇതും എക്സാമിന് ചോദിക്കുന്നതാണ്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നതാ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. cos x sin y എന്നാണേ. അപ്പൊ നോക്കിക്കോ, cos x sin y, cos x sin y, cos x sin y. അപ്പൊ നമ്മൾ പഠിച്ച SCCS രണ്ടാമത്തതാണ്. അത് ഫസ്റ്റത്തിലേക്ക് മാറ്റി എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ അത് പഠിച്ചത് എങ്ങനെയായിരുന്നു? cos x sin y ആവുമ്പോൾ 2 cos x sin y രണ്ടാമത്തത്. അവിടെ ഇങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടത്.
സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് ആയിരുന്നു, ആദ്യത്തേതായിരുന്നു പ്ലസ്, സൈൻ എക്സ് മൈനസ് വൈ, ശരിയല്ലേ? അപ്പൊ നമുക്ക് വേണ്ടത് കോസ് എക്സ് സൈൻ വൈ. അപ്പൊ കോസ് എക്സ് സൈൻ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 1/2. ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ. ശരിയാണോ നോക്കിക്കേ, കൃത്യമായിട്ട് നോക്കിക്കേ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതും ഇത് മാത്രം. കോസ് എക്സ് സൈൻ വൈ ആണെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ള ക്വസ്റ്റ്യനിൽ ഞാൻ അവിടെ എക്സും വൈയും കാണിച്ച് തന്നിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കോസ് എക്സ് സൈൻ വൈ ആണ് 1/2 സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ ആ. അങ്ങനെയാണ് ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 1/2 ഇന്റഗ്രൽ കോസ് 3x സൈൻ 2x dx ആണെങ്കിലടാ 1/2 ഇൻറ്റു ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് 1/2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് വൈ, എക്സിന് പകരം 3x, വൈക്ക് പകരം 2x. അപ്പൊ സൈൻ 3x പ്ലസ് 2x എന്ന് വരും. അതേപോലെ തന്നെ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ എന്നാ, എക്സ് 3x ആണ്, വൈ 2x. അത് നിങ്ങൾ കൃത്യം നോട്ട് ചെയ്തേക്കണേ. എക്സ് 3x ആണ്, വൈ 2x ആ. അപ്പൊ ഇവിടെ വരിക സൈൻ 3x മൈനസ് 2x ഇൻറ്റു ഡി എക്സ്. ഇനി നോക്ക്, ഈ 1/2 കോൺസ്റ്റന്റ് ആണ് പുറത്തിറക്കി. അപ്പൊ ഇവിടെ വരുന്നത് സൈൻ 3x പ്ലസ് 2x ദാറ്റ് ഈസ് സൈൻ 5x മൈനസ് 3x മൈനസ് 2x അതെന്താ എക്സ്. അപ്പൊ സൈൻ എക്സ് ഡി എക്സ്. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 1/2 ഇൻറ്റു സൈൻ എക്സ് ആണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താടാ? സൈൻ എക്സ് ആണെങ്കിൽ മൈനസ് കോസ് എക്സ്, സൈൻ 5x ആണെങ്കിൽ മൈനസ് കോസ് 5x. എക്സിന്റെ കോയിഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യുക, മൈനസ് സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സൈൻ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ മൈനസ് കോസ് എക്സ്. അപ്പൊ നിങ്ങളുടെ ആൻസർ വളരെ ഈസി നോക്കിക്കേ, 1/2 ഇൻറ്റു മൈനസ് കോസ് 5x ബൈ 5 എന്നാ. അപ്പൊ ആൻസർ വരിക മൈനസ് കോസ് 5x ബൈ 10. പിന്നെ ഈ മൈനസും പ്ലസ് ആയി പോകും. അപ്പോൾ 1/2 ഇൻറ്റു കോസ് എക്സ് എന്ന് പറയുമ്പോൾ കോസ് എക്സ് ബൈ 2 പ്ലസ് സി. അപ്പൊ ഇതാണ് ആൻസർ. സിമ്പിൾ അല്ലേ നോക്കിക്കേ. വേണമെങ്കിൽ കോസ് എക്സ് ബൈ 2 മൈനസ് കോസ് 5x ബൈ 10 എഴുതാം. അപ്പൊ ഈ ഒരു ടൈപ്പ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. എവിടെ നമ്മുടെ ഈ SC CS CCSS ഓർത്ത് വെച്ചാൽ മതി. ആ ഒരു ഫോമിൽ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യണം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇന്റഗ്രേറ്റ് ദ ഫോളോയിങ് സൈൻ എക്സ് ബൈ സൈൻ എക്സ് മൈനസ് എ. ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷനും യൂസ് ചെയ്യും, നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസും യൂസ് ചെയ്യും. അതായത് ഇന്റഗ്രൽ സൈൻ എക്സ് ബൈ സൈൻ എക്സ് മൈനസ് എ ആണെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചതാണ്. അപ്പൊ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എക്സ് മൈനസ് എക്ക് പകരം നമ്മൾ ടി എന്ന് കൊടുക്കും. ടി ഈക്വൽ ടു എക്സ് മൈനസ് എ. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരാളെ കൂടി നമുക്ക് മാറ്റിയെടുക്കാം. ടി ഈക്വൽ ടു എക്സ് മൈനസ് എ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്താ വരിക? ഈ മൈനസ് എ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എ പ്ലസ് ടി എന്നല്ലേ? എക്സ് ഈക്വൽ ടു എ പ്ലസ് ടി. അതിലും കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ആദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ എക്സ് മൈനസ് എക്ക് പകരം ടി കൊടുത്തു ആൻഡ് എക്സ് ഈക്വൽ ടു എ പ്ലസ് ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 1 കിട്ടുക. സോ ഡി ടി ഈക്വൽ ടു 1 ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് തന്നെ. ഡി ടി ഈക്വൽ ടു എന്താ? ഡി എക്സ്. അതും പ്രശ്നമല്ല. സോ നിങ്ങൾ ഇതിനെ മാറ്റി എഴുതിക്കേ, റീപ്ലേസ് ചെയ്തേ. ഇതിനെ റീപ്ലേസ് എഴുതിയാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുക, സൈൻ എക്സ്. എക്സിന് പകരം നമ്മൾ അവിടെ എന്താണല്ലോ നോക്കിക്കേ, നിങ്ങൾ ടിക്ക് പകരം എക്സ് മൈനസ് എ കൊടുത്തു, പക്ഷെ എക്സിന് പകരം കിട്ടിയത് എ പ്ലസ് ടി ആ. അത് ഇവിടെയും കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടിയ സൈൻ എക്സിന് പകരം എ പ്ലസ് ടി. അപ്പൊ സൈൻ എ പ്ലസ് ടി ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് എക്ക് പകരം ടി. അപ്പൊ സൈൻ ടി ആൻഡ് ഡി എക്സിന് ഈക്വൽ ആ ഡി ടി. സോ ഡി എക്സിന് പകരം എന്ത് റീപ്ലേസ് ചെയ്യുക? ഡി ടി. ഇനി ഒരൊറ്റ കാര്യം, ഇത് സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ ഫോർമുല ശരിയാണോ നോക്കിക്കേ. സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ ഫോർമുല, സൈൻ എക്സ് പ്ലസ് വൈ ആണെങ്കിൽ അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചത് ട്രിഗണോമെട്രിയിൽ. സൈൻ എക്സ് പ്ലസ് വൈ ആണെങ്കിൽ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ആ. ശരിയാണോ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. പഠിച്ചതാണ് ഓൾറെഡി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? ഇതിനൊന്ന് മാറ്റിയിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അതായത് ഇന്റഗ്രൽ സൈനെ കോസ് ടി ഡിവൈഡഡ് ബൈ സൈനെ കോസ് ടി ഡിവൈഡഡ് ബൈ ലാസ്റ്റ് കൊടുക്കാം പ്ലസ് കോസെ സൈൻ ടി ഓൾ ഡിവൈഡഡ് ബൈ സൈൻ ടി. ഈസി ആണ്, ഡി ടി. ഇനി നോക്ക്, ഈ സൈൻ ടി വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ ആൻസർ ഇങ്ങനെ വരും, സൈൻ എ കോസ് ടി ഡിവൈഡഡ് ബൈ സൈൻ ടി പ്ലസ് കോസെ സൈൻ ടി ഡിവൈഡഡ് ബൈ സൈൻ ടി ഡി ടി. ഓക്കെ, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ട് നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. ഈ സൈൻ ടിയും കോസ് ടിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്താൽ കോട്ടി എന്നാണ് കിട്ടുക. കോസ് ടി ബൈ സൈൻ ടി എന്ന് പറഞ്ഞാൽ കോട്ടിയാണ്. ഈ സൈൻ ടിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവുക ഇങ്ങനെയാണ്, ഈക്വൽ ടു ഇവിടെ കോസ് ടി ബൈ സൈൻ ടി കോട്ടി ആവുക. അപ്പൊ സൈൻ എ
ഇൻറ്റു കോട്ട് ടി പ്ലസ് ഇവിടെ കോസ് എ മാത്രമേ ഉള്ളൂ, അപ്പോൾ കോസ് എ ഇൻ്റഗ്രേറ്റ് ചെയ്യാലോ വിത്ത് റെസ്പെക്ട് ടു ഡി ടി. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാണ്. ഈ സൈൻ എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റാ, കാരണം എ കോൺസ്റ്റൻ്റാ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആൻസർ സൈൻ എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് പുറത്ത് വരും. ആൻഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആകെ കോട്ട് ടി ഡി ടിന് മാത്രമേ ഉള്ളൂ, കോട്ട് ടി ഡി ടി, ശരിയല്ലേ? ആൻഡ് ഇവിടെ നോക്കിക്കേ, ഈ കോസേനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസയും കോൺസ്റ്റൻ്റാ. അപ്പോൾ കോസ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഡി ടി മാത്രം ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സോ സൈൻ എ ഇൻറ്റു കോട്ട് ടി. എടാ കോട്ടെക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്തായിരുന്നു കിട്ടുക? ലോഗ് മോഡ് സൈൻ എക്സ് അല്ലേ? കോട്ടെക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. പഠിച്ചത് വെച്ചതാണേ, മറക്കരുത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ നമുക്ക് വരുന്നത് വളരെ ഈസി ആട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല. സൈൻ എ ഇൻറ്റു ഇൻ്റഗ്രൽ കോട്ട് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗ് മോഡ് സൈൻ ടി. ഓക്കെ, പ്ലസ് സി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. കോസ് എ കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ കോസ് എ ഇൻറ്റു ഡി ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 1 ഇൻറ്റു ഡി ടി എന്നാണ്, ദാറ്റ് ഈസ് ടി പ്ലസ് ഫൈനലി സി. ഇനി നോക്കിക്കോ, നിങ്ങൾ വേണമെങ്കിൽ ഈ ടിക്ക് പകരം റീപ്ലേസ് ചെയ്ത് കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂഷനിലൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ടല്ലേ, അപ്പോൾ ടിക്ക് പകരം എക്സ് മൈനസ് എ കൊടുത്തേ. സോ സൈൻ എ ഇൻറ്റു ലോഗ് മോഡ് സൈൻ, ടിക്ക് പകരം എക്സ് മൈനസ് എ ആണ് നമ്മൾ കൊടുത്തത്, ശരിയല്ലേ? യെസ്, ടിക്ക് പകരം എക്സ് മൈനസ് എ പ്ലസ് കോസ് എ ഇൻറ്റു ടി, ടിക്ക് പകരം എക്സ് മൈനസ് എ, അപ്പോൾ എക്സ് മൈനസ് എ ഇൻറ്റു കോസ് എ പ്ലസ് സി. ഇതാണ് ഫൈനൽ ആൻസർ. നോക്കിക്കേ, ഈസി ആണല്ലോ, പ്രശ്നമൊന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ ഈ ചോദ്യം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്തതുപോലെ അടിപൊളിയായിട്ട് ചെയ്താൽ മതി. റെഡി? സോ അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. 1 വേർഡ് ക്വസ്റ്റ്യൻ, 1 മാർക്കിൻ്റെതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ ഇത് ആരുടെ എക്സ്പാൻഷൻ ആയിരുന്നു? കോസ് 2x-ൻ്റെതാ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന് പകരം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എഴുതിക്കോ ഇൻ്റഗ്രൽ കോസ് 2x dx. സോ യുവർ ആൻസർ വിൽ ബി, എടാ കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് സൈൻ എക്സ്, അപ്പോൾ കോസ് 2x ആകുമ്പോൾ സൈൻ 2x ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് പ്ലസ് സി. റെഡി? ഓക്കെ അല്ലേ? 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കേ. ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തുള്ള ക്വസ്റ്റ്യനും സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തുള്ള ക്വസ്റ്റ്യനും ഒക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഞാൻ ഈ സൈൻ സ്ക്വയർ എക്സിനെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്, ശരിയല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ ചേഞ്ച് കൊടുത്ത് ഈ സൈൻ സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എഴുതി ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എടാ ഈ 1 മൈനസ് കോസ് സ്ക്വയർ എക്സിലെ ഞാൻ ഈ 1ൻ്റെ പവറിൽ ഒരു ഈ സ്ക്വയർ കൂടി ഇട്ട് കൊടുത്തു. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ? ഇനി നോക്ക് നിങ്ങൾ, അവിടെ ന്യൂമറേറ്ററിലുള്ളത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആ, കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ ഉള്ള ആ ന്യൂമറേറ്ററിലുള്ളതിനെ ഇങ്ങനെ മാറ്റി എഴുതിക്കൂടെ? 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ എക്സിന് 1 മൈനസ് കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ്. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ നോക്കിക്കേ നിങ്ങൾ. ഞാൻ എഴുതിയാൽ ഒരു തെറ്റുമില്ലല്ലോ. ഡിനോമിനേറ്ററിൽ ഒരു 1 പ്ലസ് കോസ് എക്സും ഉണ്ട്, കറക്റ്റ് അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ 1 പ്ലസ് കോസ് എക്സും ഈ 1 പ്ലസ് കോസ് എക്സും എനിക്ക് ക്യാൻസൽ ചെയ്തൂടെ? അങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബാക്കിയുള്ളത് 1 മൈനസ് കോസ് എക്സ് ഡി എക്സ് മാത്രമല്ലേ? ഇനി ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുക എക്സാ, 1 ഡി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് മൈനസ് കോസ് എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക സൈൻ എക്സാ, ശരിയല്ലേ? ആൻഡ് ലാസ്റ്റ് പ്ലസ് സി. ഗോട്ട് ഇറ്റ്? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണല്ലോ. അപ്പം ഇവിടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനും പഠിച്ചു, അതേപോലെ തന്നെ ഇൻ്റഗ്രേഷൻ യൂസിങ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസും പഠിച്ചു. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനിയും ഏതെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് സോൾവ് ചെയ്ത് നോക്കണം. അപ്പോൾ റെഡി ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത പാർട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ പെർഫെക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.